ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. മലപ്പുറം തുവൂർ വില്ലേജ് ഓഫീസർ സുനിൽ രാജാണ് 20,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. പട്ടയം ലഭിക്കാൻ വില്ലേജ് ഓഫീസർ സ്വമേധയാ നൽകേണ്ട കത്തിനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. മലപ്പുറം മേൽമുറിയിൽ ഓട്ടോറിക്ഷയും KSRTC ബസും കൂട്ടിയിടിച്ച് 3 മരണം. പുൽപ്പറ്റ ഒളമത്തിൽ സ്വദേശിയായ അഷ്റഫ്, ഭാര്യ സാജിദ, മകൾ ഫിദ എന്നിവരാണ് മരിച്ചത്. മകളെ മലപ്പുറത്ത് +1 ചേർത്താൻ പോവുകയായിരുന്നു അഷ്റഫും സാജിദയും. തിരൂർ പുല്ലൂടി ട്രാൻസ്ഫോമറിന് സമീപം 23 വയസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൂട്ടായി ആശാൻപടി സ്വദേശി പ്രബീഷിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോട്ടയ്ക്കൽ പറപ്പൂർ റോഡിൽ കൂമങ്കൽ പാലത്തിനു സമീപം ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച് സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചങ്ങലകുളം നരണിപ്പുഴ റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് അന്യസംസ്ഥാന തൊഴിലാളി മരിച്ചു. ബീഹാർ സ്വദേശി രാജു ആണ് മരണപ്പെട്ടത്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ രാജു വൈദ്യുതി കമ്പിയിൽ തട്ടുകയും ചെയ്തിരുന്നു. ശരീരത്തിൽ പൊള്ളലേറ്റ രാജുവിനെ നാട്ടുകാർ ചേർന്ന് ചങ്ങലകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഊട്ടിയിലേക്ക് പോയ വളവന്നൂർ അല്ലൂർ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാർ ഊട്ടിക്ക് സമീപം കൊക്കിയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽ 4 കുട്ടികൾ ഉൾപ്പെടെ 10 പേർക്ക് പരിക്കേറ്റു. +1 മൂന്നാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക പുറത്തു വന്നപ്പോൾ കണക്കുകൾ പ്രകാരം 32,410 പേർ സീറ്റ് കിട്ടാതെ പുറത്ത്. ഇനി മെറിറ്റ്, സ്പോർട്ട്, കമ്മ്യൂണിറ്റി, മാനേജ്മെന്റ് കോട്ടകളിലായി ആകെ 6,347 സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തിരൂർ ആലിങ്ങൽ മംഗലം ചേന്നരയിൽ നിർത്തിയിട്ട ഗുഡ്സ് വാഹനത്തിന്റെ പിറകിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് അപകടത്തിൽ NOC പടി സ്വദേശി പൂതേരി ശിഹാബ് മരിച്ചു. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് വിദേശത്തേക്ക് ലഹരി വസ്തുക്കൾ കടത്തുന്ന രാജ്യാന്തര സംഘത്തിലെ 3 പേർ കരിപ്പൂരിൽ പിടിയിൽ. ഇവരിൽ നിന്നും 45 ലക്ഷം രൂപയുടെ തായ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെടുത്തു. കണ്ണൂർ സ്വദേശികളായ റമീസ്, റിയാസ്, വയനാട് സ്വദേശി പുത്തൻപുരയ്ക്കൽ ഡെന്നി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേരി പബ്ലിക് ലൈബ്രറിയുടെ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ലൈബ്രറി കൗൺസിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഡോക്ടർ KK ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് NT ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.